ഞാൻ ചെറോ നാത്തൂനെ. നീ 2 ദിവസം നിക്കാൻ വന്നിരുന്ന് എന്നെ കൊണ്ട് ഇവിടുത്തെ പണികൾ ചെയ്യിപ്പിക്ക. ഒന്ന് പൊക്ക. സുലുനാത്തൂനെ അടുക്കളയ്ക്ക് കാണാനില്ലല്ലോ. അവരിപ്പോഴും ഇങ്ങനെ നേരം വൈകിട്ട് തന്നെ എണിക്കുക. അല്ല, ഞങ്ങൾ രണ്ടാളും ഒപ്പം തന്നെ എണിക്കുക. ഇന്നിപ്പോ എന്താണാവോ, ചിലപ്പോ എന്തെങ്കിലും വയ്യായിക ഉണ്ടാവും. ഇന്നലെ ഒരു തലവേദന ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടു, ചിലപ്പോ മാറിയിട്ടുണ്ടാവില്ല. എന്ത് തലവേദന? അതൊക്കെ സുലുനാത്തൂന്റെ അടവാ. ആ പേര് പറഞ്ഞിട്ട് അവൾക്ക് കുറച്ചു നേരം കൂടി കടന്ന് ഉറങ്ങാലോ. നിങ്ങളതൊക്കെ വിശ്വസിച്ചോളി. അല്ലെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളും ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ നോക്കണേലേ നിങ്ങളുടെ അത്ര ആത്മാർത്ഥത ഒന്നും സുലുനാത്തോനില്ല. അതൊരു പഠിച്ച കളിയാ. ആളും തരം നോക്കി നിൽക്കാനേ അവൾക്ക് നന്നായിട്ട് അറിയാ. ഇവിടെ ഞാനും ഉണ്ടല്ലോ. അപ്പൊ ഞാനും നിങ്ങളും കൂടി ഇവിടുത്തെ പണികളൊക്കെ ചെയ്യട്ടെ വേണ്ടേ മനഃപൂർവ്വം അവൾ കടക്കായിരിക്കും. അവളാരാ മോളെന്നറിയോ? എന്തായാലും ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ, നേരം വെളുത്തിട്ട് മണിക്കൂറായി. എണിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? വയ്യടി, തലവേദന എടുത്തിട്ട് ഒരു അന്തം കിട്ടുന്നില്ല. അതെ, ഇന്ന് എനിക്ക് നമുക്ക് രണ്ടാൾ കൂടി ഹോസ്പിറ്റലിൽ പോവാ. വേണ്ട, ഞാനൊരു തലവേദന ഗുളിക കഴിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ കുറയായിരിക്കും. താത്തയോ അടുക്കളയിലായിരിക്കും അല്ലേ? ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുണ്ടാവും. രാവിലെ ഒരു പൊരിഞ്ഞ തിരക്കാ. പാടത്താണെങ്കിൽ 5-6 പണിക്കാരും ഉണ്ടല്ലോ. എനിക്ക് കണ്ണും മുഴിക്കാൻ വയ്യ. അത് ഒറ്റയ്ക്ക് അവിടെ വലിച്ചു ചെയ്യണ്ടാവൂല്ലേ? പാവം. അത്രയ്ക്ക് വലിയ പാവമൊന്നുമല്ല. ഞാൻ ഇത്ര നേരം അവരുടെ കൂടെ അവിടെ പണികൾ ചെയ്യായിരുന്നു. സുലുനാത്തോനെ ഇനി അവര് പറയാത്തതൊന്നുമില്ല. നിങ്ങൾ പണികളൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ അഭിനയിച്ച് കിടക്കുകയെന്ന്. അവരൊറ്റയ്ക്ക് അത്ര ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഏത് നേരം ഫോൺ നോക്കിക്കൊണ്ട് ഒരേ കിടപ്പാത്രേ. ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതൊക്കെ കാണുന്നതല്ലേ. അല്ലെങ്കിലും കുറ്റവും കുശുമ്പും പരദൂഷണവും പറയാനേ വലിയ നാത്തോനെ കഴിച്ചിട്ടേ വേറെ ആളുള്ളൂ. ഇവിടുത്തെ മൂത്ത മരുമകളാവേണ്ട എന്താ കാര്യം? അസൂയക്ക് കയ്യും കാലും മുളച്ച സാധനം അത്. ഞാൻ എന്തായാലും അടുക്കളയ്ക്ക് പോട്ടെ. ഇനി ഞാനിവിടെ സംസാരിച്ച് നിൽക്കുന്ന കണ്ടാലേ എന്നെയും പിറുപിറുക്കാൻ തുടങ്ങും. വയ്യെങ്കിലേ കുറച്ചേരം കൂടി കടന്നോളി. അപ്പൊ ഞാനുണ്ടല്ലോ. താത്തനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നീ എണിച്ചു വന്നോ? വയ്യെങ്കിൽ പോയി കടന്നടി. പണികളൊക്കെ ഒരുങ്ങി. നീ ഇന്നലെ തലവേദനയെ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ എണിച്ച് പണികളൊക്കെ വേഗം ഒരുക്കി. പാടത്തേക്കുള്ള ചായയും പലഹാരമൊക്കെ ഉമ്മ കൊണ്ടുപോയി. ഇപ്പൊ ഉച്ചക്കലിക്കല് വേണ്ടു. സമയം ഉണ്ടല്ലോ. നീ പോയി കടന്നോ. കടന്നോ? വേണ്ട, എനിക്കുള്ള പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഇനി ഇങ്ങനെ കടന്നാലേ അഭിനയം കുറച്ച് കൂടിപ്പോവും. ഇപ്പൊ തന്നെ ഞാൻ അഭിനയിച്ച് ക്ഷീണിച്ചു. അഭിനയോ? നാത്തോന് ഇനി എന്താ ചെയ്യാനുള്ളത്? ഉച്ചക്കലേക്കുള്ള ഉപ്പേരിക്ക് മുറിക്കാണ്ട്. അത് ഞാൻ മുറിക്കാം. ഞാനേ ഒന്ന് പല്ലേച്ച് മോൻ കഴിയിട്ട് വരാം. ഒരു പണി കൊടുക്കാം. പിന്നെ എന്നാലും അതൊക്കെ കുറച്ച് കൂടുതലാ. വലിയ നാത്തോനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്താപ്പത്? വായി തോന്നിയതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയാ പറഞ്ഞ. എന്താടി? എന്ത് പറഞ്ഞാ പറയണ്? അതാ സുലുനാത്തൻ പറയണേ. വലിയ നാത്തോ അല്ലെങ്കിൽ വേണ്ട. ഒന്നുമില്ല. എന്താ പറയേ? ഒന്നുമില്ല. സുലുനാത്തൻ എന്താന്ന് വെച്ചാ പറയട്ടെ. നിങ്ങളത് കാര്യാക്കാൻ നിൽക്കണ്ട. നീ മനുഷ്യന് പ്രാന്താക്കാണ്ട് കാര്യം പറയേ. അത് സുലുനാത്തും പറയണേ, നിങ്ങളിപ്പോ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കണില്ല. വീട്ടിലേക്ക് ഒരൊറ്റ സാധനങ്ങളും വാങ്ങണില്ല. വെറുതെ ഓസയ്ക്കിരുന്ന് തിന്നാണെന്നൊക്കെ. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു? ഈയിടെയായിട്ട് അവളുടെ വായുനാവൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള്. വലിയ നാത്ത ഒന്നും കാര്യാക്കണ്ട. അവൾ എന്താന്ന് വെച്ചാ പറയട്ടെ. നൗഫൽഖാന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം.
കയ്യിൽ 10 പൈസ ഇല്ലാണ്ടല്ലേക്ക് ഗൾഫിക്ക് കയറി പോയത്. ഇപ്പൊ അവിടെ ഒന്ന് പോയി പച്ച പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പത്തേനും അതില്ല ഇതില്ല അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവോ? ഒക്കെ പോയിട്ട് തന്നെ ആകെ 2 മാസമായിട്ടുള്ളൂ. എന്നാലും ആ സുലനാഥം ഭയങ്കര സാധനം തന്നെ കേട്ടോ. അവൾ എന്തിനാ ഈ കടന്ന് ചാർന്നെന്നൊക്കെ എനിക്കറിയാം. ഞങ്ങൾ ഇവിടുന്ന് പോണം. ഞങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയാലല്ലേ അവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് കടന്ന് സൂഹിക്കാൻ പറ്റുള്ളൂ. ആ അത് ശരിയാ. വല്യനാഥനോടൊന്ന് പോയിക്കാനുള്ള പണികളൊക്കെ സുലിനാഥൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മാന്റെ അടുത്ത് പറയണതേ ഞാൻ കേട്ടതാ. എന്ത്? കറണ്ട് ബില്ലും വെള്ള ബില്ലും ഒക്കെ കൂടുതലാണ്, വീട്ടു ചെലവും കൂടുതലാണ്. ഇനിയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നല്ലത്. അതാവുമ്പോ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോന്ന്. അതൊക്കെ ഒരു സൂചനയാണേ. നിങ്ങൾ ഇപ്പൊ ചോദിക്കാനും പറയാനും നിക്കണ്ട കേട്ടോ. എന്തിനാ വെറുതെ ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്? അല്ലെങ്കിൽ എന്റെ നാത്തൂമാർ ഇങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് എനിക്കിഷ്ടമല്ല. നമ്മളെല്ലാവരും സന്തോഷത്തില് നല്ല സ്നേഹത്തിലൊക്കെ, അതാണ് എനിക്കിഷ്ടം. ഞാൻ പിന്നെ എന്റെ മനസ്സിൽ കിടക്കാണ്ട് വലിയ നാത്തൂനോട് പറഞ്ഞു എന്നുള്ളൂ. പറയണവരങ്ങോട്ട് പറയട്ടേന്ന്, നമ്മളത് കാര്യാക്കാണ്ടിരുന്നാ മതി. ആ പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നോളാം. ഞാൻ എന്റെ അനിയത്തിനെ പോലെ കണ്ടതാ. അവളുടെ സ്വഭാവം നോക്ക്, ഓന്തിനെ പോലെ നിറം മാറി. ആ പണിത്തിരക്കിലാണല്ലോ. ഇന്ന് എന്താ കൂട്ടാൻ വെക്കുന്നത്? എന്താ ഇപ്പൊ കറി വെക്കാന്ന് ഞാനും ആലോചിക്കുന്നത്. കുറച്ച് പരിപ്പ് ഇരിക്കണ്ടു തോന്നുന്നു. പരിപ്പ് കറി വെക്കാം. പിന്നെ ഇന്നലെ മേടിച്ച ഉണക്കമീനില്ലേ, അത് വറക്കുകയും ചെയ്യാം. ആ എന്നാ ഞാൻ പരിപ്പ് കഴുകി കുക്കറിലിടാം. ആ പരിപ്പ് എവിടെ വെച്ചാക്കണ്? അവിടെ ആ റോസ് ഡപ്പില്ല, അതിലുണ്ടാവും. ഇതിലോ? ഇതില് പരിപ്പില്ലല്ലോ. ഇല്ലേ? അയ്യോ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വാങ്ങാനും മറന്നു. നീ ഒരു കാര്യം ചെയ്യ്, ആ ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്. അപ്പൊ ഇതിന് ഞാൻ അവിടുത്തെ കടയിൽ പോയിട്ട് വാങ്ങിട്ട് വരാം. ഒരു പണി കൊടുക്കാം. ശരി. വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഷെഫീഖാന്റെ തലയിലല്ലേ? അതിനും ഇപ്പൊ എന്താ, എനിക്കറിയാം അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ലാന്ന്. നൗഫിൽ പോയിട്ട് ആകെ 2 മാസത്തിലായിട്ടുള്ളൂ. അതാ പിന്നെ ഞാൻ ഒന്നും പറയാത്തത്. അങ്ങനെ പോട്ടെ, ഉള്ളത് കൊണ്ടൊക്കെ അങ്ങനെ പോട്ടെ. ആരാ പറഞ്ഞ അവരുടെ കയ്യിൽ ഒന്നുമില്ലാന്ന്? നൗഫലൊക്കെ പോയിട്ട് ഇപ്പൊ 2-2.5 മാസമൊക്കെ ആയില്ലേ. പൈസയൊക്കെ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ നാത്തോന്റെ ഉമ്മാക്കേ ആശുപത്രി പോവാനേ 10,000 രൂപ അയക്കണമെന്ന് ഫോണിൽ കൂടെ പറയണതേ ഞാൻ കേട്ടതാ. പൈസയൊക്കെ അയക്കണ്ട്, പുറത്തേക്ക് ഇല്ലാന്ന് മാത്രം. അത് ആശുപത്രി കേസല്ലേ, ചിലപ്പോ അതിന് വേണ്ടിട്ട് നൗഫിലേക്ക് എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ചു കൊടുത്തതായിരിക്കും, ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല. സുലുനാഥോ അത് വിശ്വസിച്ചോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾ തന്നെ വാങ്ങിയാലേ എപ്പോഴും നിങ്ങൾ തന്നെ വാങ്ങേണ്ടി വരും. അവരതൊരു താപ്പാക്കി എടുക്കുകയും ചെയ്യും. അപ്പൊ പോയി പരിപ്പ് വാങ്ങിട്ട് വാ. പെണ്ണുങ്ങളെ എവിടെ വിറ്റങ്ങള്? എന്തമ്മ വിളിച്ചമ്മ? ഇത് താത്താന്റെ മക്കളെടുത്തു തന്നെയാണ് കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക്. 2 നെയ്റ്റിയാ. എനിക്ക് എന്തിനാണ് ഇപ്പൊ ഈ പുതിയ നെയ്റ്റികളൊക്കെ? ഇത് നിങ്ങൾ എടുത്തോളി. നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ച് ഇഷ്ടപ്പെട്ടത് നോക്കി എടുത്തോ. ഒന്നും ചെയ്തിട്ടില്ല. തന്ന പാടെ ഞാൻ അങ്ങനെ അൽമാറ കയറ്റി വെച്ചതാ. എന്നാ നോക്കിയിട്ടേ ഏതാ വേണ്ടി വെച്ച് എടുത്തോളി. ആ ഓ മരുമക്കളും അമ്മായിമ്മ എന്തൊരു ഒത്തൊരുമ. ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇത്രയ്ക്ക് ഒത്തൊരുമ വേണ്ട, ശരിയാക്കി തരാം. വാ നമുക്ക് നോക്കിയെടുക്കാം. നീ എന്താടി ആലോചിക്കുന്നത്? എനിക്ക് അവിടെ നെറ്റി. അതിന് നീ നെറ്റി ഒന്നും ഇടില്ലാലോ. അവരാകുമ്പോ അതൊക്കെ ഇടും. എന്നാലും നിങ്ങൾ എനിക്കല്ലേ തരണ്ടേ? ഞാനല്ലേ നിങ്ങളുടെ മകള്. മരുമക്കളുടെ മുമ്പില് മകളിനെ നാണം കെടുത്തുക. ഇപ്പൊ നിങ്ങക്ക് മകളിനെക്കാളും ഇഷ്ടം മരുമക്കളിനെ. ആയിക്കോളി, എന്തോന്ന് വെച്ചാൽ ആയിക്കോളി. പക്ഷെ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാലേ ഈ മകളെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മറക്കണ്ട.
പെണ്ണതെന്താ നല്ല ഭ്രാന്ത്.